ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളൊരു വ്യക്തിയെ കുറിച്ച് ആലോചിക്കൂ. ആ മനസ്സിൽ കാണുന്ന ഒരു വ്യക്തി, അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ്, അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ നിങ്ങളോടുള്ള എന്തൊക്കെയാണ് ഫീലിങ്സ് നോക്കാം. ഓക്കെ, നിങ്ങൾ ഏതൊരു വ്യക്തിയെന്ന് ചിന്തിച്ച് അവരുടെ പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. അവരുടെ ഫീലിങ്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. 7 ഓഫ് പെൻറ്റക്കിൾസ്, 7 ഓഫ് വൺസ്, 10 ഓഫ് വൺസ്, 5 ഓഫ് കപ്സ്. ഇവരുടെ കറൻറ്റ് സിറ്റുവേഷനായിട്ട് കിട്ടിയിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. അവർ എന്തോ പുതിയ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. പഴയത് എല്ലാം മാറ്റിവെച്ച് അവർ പുതിയ ഒരു കാര്യത്തിലേക്ക്, അങ്ങനെ ഒരു എനർജിയാണ് അവരിപ്പോൾ കാണിക്കുന്നത്. എല്ലാം ഉള്ളതിൽ ഉള്ളത് വെച്ചിട്ട് അവർ മുന്നോട്ട് പോകാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അവർക്ക് എന്തോ ഭയങ്കര ഒരു ജീവിതത്തിൽ കൂടുതൽ ആശിക്കാൻ പറ്റില്ല എന്ന്, അങ്ങനെ എന്തൊക്കെ ഒരു ഫീലിങ്സൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ആ ഒരു ഇപ്പം നിലവിലൊരു ശാന്തമായ, അത്രയും കൂടുതൽ എക്സൈറ്റ്മെൻറ്റോ അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആളുള്ളത്. ഇതിലൊക്കെ കിട്ടിയിരിക്കുന്നത് 7 കിട്ടിയിരിക്കുന്നത്. ഇതിൽ 7 ഓഫ് പെൻറ്റക്കിൾസിൽ ഇപ്പോൾ അവരുടെ ഒരു ഫീലിങ്സ് കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ എന്ത് ചെയ്തിട്ടും എങ്ങനെയൊക്കെ അവർ അധ്വാനിച്ചിട്ടും അവർ വേണ്ട രീതിയിൽ അവർക്ക് അതിനുള്ളത് കിട്ടിയില്ല എന്നുള്ള ഒരു ഫീലിങ്സിൽ നിൽക്കുകയാണ്. സക്സസ് ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ആഗ്രഹിക്കുന്ന അത്ര ഒന്നിലും കിട്ടുന്നില്ല എന്നൊരു ഫീലിങ്സാണ് കിട്ടുന്നത്. പിന്നെ ഒരുപാട് മറ്റുള്ളവർ ഉപദ്രവിക്കുന്നുണ്ട്. ചിലപ്പോൾ വെർബലായിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലായിരിക്കാം. അവരുടെ വല്ലാതെ അവരെ തളർത്തുന്നുണ്ട്. അവരെ എന്ത് കാര്യങ്ങൾക്കായാലും മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല, തടസ്സപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അതിനെല്ലാം മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ അവരെ ചില നേരത്തൊക്കെ അതൊരു തളർത്തുന്നുണ്ട്. പിന്നെ ഈ 10 ഓഫ് വാൺസും കാണിക്കുന്നത് ഇവർക്ക് കുടുംബപരമായിട്ട് കുടുംബത്തിലോ വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നു. അവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളത് കൊണ്ട് അവർക്കത് താങ്ങാൻ കഴിയുന്നില്ല. അത്രയും അധികം ചുമട് താങ്ങുന്ന ഒരു ഫീലിങ്സ് ഉള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഒരു ഫീലിങ്സാണ് കിട്ടുന്നത്. അതുകൊണ്ട് പലപ്പോഴും ആൾക്ക് മുന്നോട്ട് പോകാനുള്ള കാഴ്ചകൾ അങ്ങനെ കിട്ടുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ്. പിന്നെ ഒരുപാട് വിഷമങ്ങൾ ആൾക്കുണ്ട്, ഫീലിങ്സുകളുണ്ട്. ഒരു ബന്ധങ്ങളിലായാലും ഫാമിലിയിലായാലും ഒരുപാട് ഫീലിങ്സിൽ ആൾ നിൽക്കുന്നതാണ്. പക്ഷേ ആൾ സ്നേഹിക്കുന്ന ആളുകളെ ആൾ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. ഈ നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഈ വിഷമങ്ങളൊക്കെ എങ്ങനെ തീരും എന്ന് നോക്കാം. കിങ് ഓഫ് കപ്സ് ആണ്, ദ സൺ, 4 ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്, ഡെത്ത് കാർഡ്. അവരെ നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ അവർക്കത് നിങ്ങളോടുള്ള ഫീലിങ്സ് കാണിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ ഒരുപാട് ഇഷ്ടമൊക്കെയാണ്, നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷെ അത് അവർ കാണിക്കുന്നില്ല. ഫീലിങ്സൊക്കെ ഉള്ളിൽ ഒതുക്കി അങ്ങനെ നിൽക്കുന്ന ഒരു ഇതാണ്. ഒരുപാട് ആൾക്കൊരു ഈഗോ ഉണ്ടായിരിക്കും, എല്ലാം തുറന്നു പറയാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ നിങ്ങളോടുള്ള കാണിക്കുന്നത്. പിന്നെ ഈ ആളുടെ വിഷമങ്ങളൊക്കെ മാറും എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ സൺ എന്നുള്ള കാർഡ്
വരുന്ന നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി ഈ ആളുടെ ഈ വിഷമങ്ങളൊക്കെ ഈ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ മാറി ഒരു പുതിയ ഒരു ഇതുണ്ടാവും എന്നുള്ള പുതിയൊരു ഉണർവ് ഉണ്ടാവും, മുന്നോട്ട് പോകാൻ സാധിക്കും, എല്ലാ വിഷമങ്ങളും മാറും എന്നുള്ളൊരു കാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതായാലും ഇയാളുടെ ഒരുപാട് പേര് ആളെ ഉപദ്രവിക്കുന്നു, അങ്ങനെയുള്ളതൊക്കെ കൊണ്ട് ഇയാൾക്ക് ആരുടെ സ്നേഹം സ്വീകരിക്കണം, എങ്ങനെ വേണം എന്നുള്ള ഒരു അവസ്ഥയിൽ ആൾ വിഷമിച്ചിട്ട് ഇരിക്കുന്ന ഒരു എനർജിയിലേക്ക് പോവുകയാണ്. പിന്നെ ഇതായാലും കാണിക്കുന്നത് ഫാമിലി എന്നുള്ളതാണ്. ഇയാൾക്ക് ഒരുപാട് ഭാരമുണ്ടെന്ന് പറഞ്ഞു. ആ ആൾ ഒരു ഫാമിലിയിൽ നിന്നുള്ള ഭാരങ്ങളാണ്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, അത് താങ്ങാനാവാതെ അങ്ങനെ ഒരു ഇത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇയാളുടെ എല്ലാ വിഷമങ്ങളും അതിനൊരു മാറ്റം ഉണ്ടാവും, എല്ലാറ്റിനും പുതിയൊരു ഇതോടെ മുന്നോട്ട് പോകും. അങ്ങനെ സങ്കടപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനൊരു മാറ്റം ഉണ്ടാവും എന്നാണ് ഈ കാർഡും കാണിച്ചിരിക്കുന്നത്. പൊതുവേ നിങ്ങളോടുള്ള വിഷമങ്ങളൊക്കെ മാറി നല്ല രീതിയിലാവും എന്നുള്ള ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊരു ഓറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. സൈക്കിൾസ്, ഫേറ്റ്, കർമ്മ, സംതിങ് എൻഡിങ്, സംതിങ് ബിഗിനിങ്. ഇങ്ങനെ ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും പ്രശ്നങ്ങൾ എന്തായാലും അത് മാറിപ്പോവും, കറങ്ങി തിരിഞ്ഞു വരും. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തമ്മിൽ വിഷമങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തീരും. അത് എല്ലാം തീർന്ന് നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങും, സ്നേഹം, എല്ലാ കാര്യങ്ങളും തുടങ്ങും. എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ നിങ്ങളോടുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ലൊരു ഇതാണ് കാണിക്കുന്നത്. എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് റെസനേറ്റ് ആകുന്നവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.